നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയൊക്കെയാണ് നാട്ടുവാർത്ത ഈ നിമിഷം പോകുന്നത്. അതിനായാണ് തത്സമയം വന്നത്. ഇപ്പോൾ കൊല്ലം ഏരൂർ പത്തടിയിലാണ് നാട്ടുവാർത്തയുള്ളത്. ഏരൂർ പത്തടിയിൽ അല്പം മുമ്പ് ദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഈ രണ്ടുപേർ തമ്മിൽ ഉണ്ടായ സംഘട്ടനത്തിൽ കത്തിക്കുത്താവുകയും കത്തിക്കുത്തേറ്റ ഒരാൾ മരിക്കുകയും ചെയ്തു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കൊല്ലം ഏരൂരിൽ നടന്ന കത്തിക്കുത്തിൽ ഏരൂർ തുമ്പോട് സ്വദേശി സുകുമാരൻ എന്ന 55 വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഏരൂർ തുമ്പോട് സ്വദേശിയായ സുകുമാരൻ എന്ന 55-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒന്നിലധികം പേരുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ പത്തടി ജംഗ്ഷന് സമീപമുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിറകുവശത്തിരുന്ന് മദ്യപിക്കുകയും മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് അടിപിടിയാവുകയും ഇത് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സുകുമാരൻ്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് സംഘം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് പോലീസിൻ്റെ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിമിഷം നമുക്ക് പുറത്തു വിടാൻ കഴിയുന്നത് ഏരൂർ പത്തടിയിലുണ്ടായ സംഘട്ടനത്തിൽ ഇരുവരും തമ്മിലുള്ള സംഘട്ടനത്തിൽ കത്തിക്കുത്താവുകയും കത്തിക്കുത്തേറ്റ് ഒരാൾ മരിക്കുകയും ചെയ്തു. മരിച്ചത് തുമ്പോട് സ്വദേശിയായ സുകുമാരൻ എന്ന 55-കാരനാണ്. ഇദ്ദേഹം മരപ്പണിക്കാരനാണ്. ഒപ്പം തന്നെ ഇലക്ട്രിക് വാളൊക്കെ ഉപയോഗിച്ച് മരം മുറിക്കാനും ഒപ്പം തന്നെ മരപ്പണിക്കൊക്കെ പോകുന്നൊരു വ്യക്തിയാണ് എന്നുള്ള വിവരമാണ്. തുമ്പോട് സ്വദേശി ജോൺ, പത്തടി സ്വദേശി നിഹാസ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട്. ഏതാണ്ട് 6:30 സമയത്തോടു കൂടിയായിരുന്നു ഈ സംഭവം എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. ലഭിക്കുന്ന വിവരം ഇവർ മൂവർ സംഘം ഇരുന്ന് മദ്യപിക്കുകയും മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് അടിപിടിയാവുകയും ഇതിനിടയിൽ കത്തിക്കുത്തേറ്റ് ഈ സുകുമാരൻ മരിക്കുകയുമായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ കാരണമൊന്നും അറിയില്ല. ഇക്കാര്യത്തിലൊക്കെ ഇനി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയൂ. പ്രാഥമികമായി ലഭിക്കുന്നത് കത്തിക്കുത്തേറ്റ് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പത്തടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് ഈ സംഭവം, ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും മരണപ്പെട്ടത് തുമ്പോട് സ്വദേശിയായ സുകുമാരൻ എന്ന ആളാണ്. ഏതാണ്ട് 6:30 ഈ സംഭവം നടന്നത്. മൃതദേഹം ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലെ സ്വകാര്യ ഹോസ്പിറ്റലിലെ മോർച്ചറി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ ഒന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അതിന് പോലീസ് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ പ്രാഥമികമായ 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ തുമ്പോട് സ്വദേശിയാണ്, മറ്റൊരാൾ പത്തടി സ്വദേശി തന്നെയാണ്. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. ഇത് സംബന്ധിച്ച് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞത്? ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അവിടെ വെയിറ്റ് ഷെഡിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നറിഞ്ഞാണ് ഞാൻ വന്നത്. വന്നപ്പോൾ അദ്ദേഹത്തിനെ കുത്തുകൊണ്ട് താഴെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം കൂടെ എടുത്ത് അപ്പോൾ പോലീസും സ്പോട്ടിലെത്തി. എന്തായാലും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ആൾ മരണപ്പെട്ടിരുന്നു. എന്താ സംഭവം എന്ന് പറയുന്നില്ല. ഒന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഭാരതീപുരത്തുള്ള ഒരു സ്വദേശിയും പിന്നെ പഴയൂരുള്ള സ്വദേശിയുമാണ്. മരണപ്പെട്ട ആൾ 10ാം വാർഡ് ഭാരതീപുരത്തുള്ള സുകുമാരൻ എന്ന് പറയുന്ന നടനാണ്. ഇതാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്ത് മരണത്തെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണോ എന്ന് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല. പുള്ളി തടിപ്പണിയൊക്കെ സുകുമാരൻ തടിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇതാണ് നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ കണ്ടൊരു കാര്യം. താങ്കളെത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? അതെ. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും നഷ്ടപ്പെട്ടു. എന്തായാലും മദ്യപാനത്തിലായിരുന്നല്ലേ ഒന്നും അറിയാം. ഞാൻ വരുന്ന സമയത്ത് അദ്ദേഹം കുത്തുകൊണ്ട് ഇവിടെ കിടക്കുന്നതാണ് കണ്ടത്. ഒരാൾ ഈ മരിച്ച ആൾ 10ാം വാർഡിലെ ഭാരതീപുരം സ്വദേശിയാണ് സുകുമാരൻ. ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിലുള്ളത് ഒന്ന് ഭാരതീപുരത്തും പഴയൂരിലുമുള്ള കക്ഷികളാണ്. എന്തായാലും മുൻ വാർഡംഗവും കൂടിയായ MP നസീറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹത്തെ എത്തിയപ്പോൾ കുത്തുകൊണ്ട് ഈ സുകുമാരൻ എന്ന് പറയുന്ന ആൾ ഇവിടെ കിടക്കുകയായിരുന്നു. വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ മരണകാരണം സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല. എങ്കിലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച്, പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ ഈ സംഘടനമാവുകയും അത് പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് പത്തടിയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ദാരുണമായൊരു സംഭവം. ഒരു 55-കാരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഏരൂർ പഞ്ചായത്തിൽ തന്നെ തുമ്പോട് സ്വദേശിയായ സുകുമാരൻ എന്ന ആളാണ് മരിച്ചത്.
ഇത് സംബന്ധിച്ച് ഇനിയിപ്പം നാളെ മാത്രമേ ഒരു പക്ഷേ ഇവരെ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷം നാളെ മാത്രമേ ഒരു പക്ഷേ ഈ പ്രതികളുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും വിരോധമുണ്ടോ എന്നതടക്കം അറിയുള്ളൂ. ഇവർ സുഹൃത്തുക്കളാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ മൂവർ സംഘവും 3 പേരും സുഹൃത്തുക്കളായിരുന്നു. അപ്പം എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നതടക്കം ഇനി മാത്രമേ അറിയൂ. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഏരൂരിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏരൂർ പഞ്ചായത്തിലെ പത്തടി ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന് പുറകുവശത്തായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സുകുമാരൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. 2 പേർ ഏരൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ പത്തടി സ്വദേശിയാണെന്നുള്ള വിവരം ലഭിക്കുന്നു, മറ്റൊരാൾ തുമ്പോട് സ്വദേശിയാണെന്നുള്ള വിവരവുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഏരൂരിലെ പത്തടിയിൽ മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്ക് തർക്കം അല്ലെങ്കിൽ തർക്കം ഒരു ദാരുണമായ കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചത് തുമ്പോട് സ്വദേശിയായ സുകുമാരൻ എന്നയാളാണ്. 2 പേർ ഏരൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ ഈ സുകുമാരൻ്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമല്ല. അല്പസമയത്തിനകം ഒരുപക്ഷേ ഈ കസ്റ്റഡിയിലുള്ള അവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളത് വ്യക്തമാകും. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇരുട്ടായതിനാൽ തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഈ രക്തമൊക്കെ കിടക്കുന്നിടത്ത് പോലീസ് ചാക്കൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ബ്ലഡിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കാണിക്കാനും കഴിയില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സുകുമാരൻ എന്നയാൾ കുത്തേറ്റ് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ വാർത്തകൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.